എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ മലയാളം കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകത്തിലെ യൂണിറ്റ് 13 ആരുടെ കുപ്പായം എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റികളാണ്. ഒന്നാമത്തെ പ്രവർത്തനം, എൻ്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം. ഒരു വിദ്യാലയത്തിൻ്റെ ചിത്രം നോക്കൂ. കണ്ടോ മക്കളെ, ഇവിടെ തന്നിട്ടുള്ളത് ഒരു സ്കൂളിൻ്റെ ചിത്രമാണ് അല്ലേ. അപ്പോൾ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും എന്താണ്, സ്കൂളും പരിസരവും വൃത്തിയാക്കുകയാണ്. മക്കളെ, നമുക്ക് എഴുതിയിരിക്കുന്നത് വായിക്കാം. ശുചിത്വ വിദ്യാലയം, സുന്ദര വിദ്യാലയം. ഇതുപോലെയാണോ നിങ്ങളുടെ വിദ്യാലയം? നിരീക്ഷിക്കൂ. നിങ്ങളുടെ വിദ്യാലയത്തിൽ ചില അറിയിപ്പ് ബോർഡുകൾ ആവശ്യമല്ലോ, തയ്യാറാക്കൂ. ഒന്നാമതായിട്ട് നമുക്ക് എഴുതാം, കടലാസ് തുണ്ടുകളും പെൻസിൽ മുറികളും വലിച്ചെറിയരുത്. മാലിന്യപ്പെട്ടിയിൽ മാത്രം ഇടുക. പൈപ്പ് തുറന്നിട്ട് വെള്ളം നഷ്ടമാക്കരുത്. ജലം അമൂല്യമാണ്. ശുചിമുറികൾ വൃത്തിയായി സൂക്ഷിക്കുക. സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഭക്ഷണാവശിഷ്ടങ്ങൾ മാലിന്യപ്പെട്ടിയിൽ മാത്രം ഇടുക. മാലിന്യങ്ങൾ മാലിന്യപ്പെട്ടിയിൽ മാത്രം ഇടുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, റദികയുടെ കുഞ്ഞുടുപ്പ്. വായിക്കാം, എഴുതാം. മക്കളിവിടെ ഒരു കഥ തന്നിട്ടുണ്ട്. ഈ കഥയുടെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. ബാക്കി ഭാഗം നാം പൂർത്തിയാക്കണം. റദിക കുളിച്ച് സുന്ദരിയായി കുഞ്ഞുടുപ്പിട്ട് സ്കൂളിലെത്തി. പലതരം വേഷങ്ങൾ, പലതരം വസ്ത്രങ്ങൾ, പൂക്കൾ തുന്നിച്ചേർത്തവ, നക്ഷത്രങ്ങൾ വരച്ചു ചേർത്തവ. എൻ്റെ ഉടുപ്പിന് ചന്തമില്ല. റദികയ്ക്ക് സങ്കടമായി. കുഞ്ഞുടുപ്പിൻ്റെ വിഷമം കണ്ട് മഴവില്ല് നിറങ്ങൾ പൊഴിച്ചു. കുഞ്ഞുടുപ്പിൽ നിറങ്ങൾ പടർന്നു. പൂക്കൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞുടുപ്പിൽ കയറി. പൂമ്പാറ്റകൾ പാറി വന്ന് കുഞ്ഞുടുപ്പിൽ ഇരുന്നു. മഞ്ചാടിമരം മുത്തുപൊഴിച്ചു. കുഞ്ഞുടുപ്പ് നിറയെ ചുവന്ന മുത്തുകൾ. ഹായ് മക്കളെ, കഥയുടെ ഇത്രയും ഭാഗമേ തന്നിട്ടുള്ളൂ. ഇനി ബാക്കി കഥ പൂർത്തിയാക്കണം. ഹായ്, എത്ര മനോഹരം. റദികയുടെ ഉടുപ്പിൽ മഴവില്ലിൻ്റെ നിറങ്ങളും ചിരിക്കുന്ന പൂക്കളും പൂമ്പാറ്റകളും ചുവന്ന മഞ്ചാടി മുത്തുകളും നിറഞ്ഞു. ഇതുകണ്ട് റദികയുടെ സങ്കടമെല്ലാം മാറി. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സ്കൂളിലെ കൂട്ടുകാരെല്ലാം റദികയുടെ ഉടുപ്പിനെ കൗതുകത്തോടെ നോക്കി നിന്നു. റദിക, നിന്റെ ഉടുപ്പ് കാണാൻ എന്തു ഭംഗിയാണ്, അവർ അത്ഭുതത്തോടെ പറഞ്ഞു. റദിക ചിരിച്ചുകൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു, ഇതെൻ്റെ കുഞ്ഞുടുപ്പാണ്, ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കുഞ്ഞുടുപ്പ്. അടുത്തു വരുന്ന പ്രവർത്തനം, വായിക്കാം, വരയ്ക്കാം. പണ്ടൊരു കൂട്ടം കുഞ്ഞു ബലൂണുകൾ ഉദയം കാണാൻ പോയി. പകൽ വിളക്കിൻ വീട്ടിൽ ബലൂണുകൾ വിരുന്നു പാർക്കാൻ പോയി. നിറമേഘങ്ങളിൽ മധുരം ചേർത്ത് കുടിക്കാൻ നൽകി സൂര്യൻ. നിറം കുടിച്ചവർ അങ്ങനെ പൊങ്ങി പല നിറമായി മാറി. മലയുടെ മുകളിൽ, കാടിനു മുകളിൽ, കടലിനു മുകളിൽ അലഞ്ഞു. നീല കുടിച്ച് പെരുത്തവരെല്ലാം നീല ബലൂണുകളായി. ചോപ്പ് കുടിച്ച് പെരുത്തവരെല്ലാം, ബാക്കി നാം പൂരിപ്പിക്കാം. എന്ത് ബലൂണുകളായി? ചോപ്പ് ബലൂണുകളായി. മക്കളെ, അടുത്ത് മഞ്ഞ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് പൂരിപ്പിക്കാം. മഞ്ഞ കുടിച്ച് പെരുത്തവരെല്ലാം മഞ്ഞ ബലൂണുകളായി. ആകാശത്തിൽ പല നിറമായി ബലൂണുകൾ പാറി നടന്നു. നാട്ടിൽ, വീട്ടിൽ, ക്ലാസ്സിലും അങ്ങനെ പല നിറമൊത്തു പൊറുത്തു. ആരുടെ കുപ്പായം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. വീണ്ടും കാണാം. നന്ദി. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക.